ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള സ്പൈസി ആയിട്ടുള്ളൊരു ചട്ടിപ്പത്തിരി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്കൊരു ദോശ ഉണ്ടാക്കിയെടുക്കണം. ആദ്യമായിട്ട് ദോശ ചുട്ടെടുക്കണം. അതിനായിട്ട് ഒരു കപ്പ് മൈദ, ഒരു കോഴിമുട്ട, ഉപ്പ്, വെള്ളം ആവശ്യത്തിന് ചേർത്ത് ദോശ ഉണ്ടാക്കിയെടുക്കാം. ദോശ ബാറ്റർ ഈ ഒരു പരുവത്തിലാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ട ദോശ ചുട്ടെടുക്കാം. എത്ര ലെയേഴ്സ് വേണമെങ്കിലും വെക്കാം. അതിനനുസരിച്ച് നമുക്ക് ദോശ ഉണ്ടാക്കിയാൽ മതി. ഞാനിവിടെ ഒരു 10 ലെയേഴ്സ് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതിന് വേണ്ട ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫില്ലിങ്സ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഫില്ലിങ്ങിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 സവാള മീഡിയം സൈസ്, 5 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പിലയും മല്ലിയിലയും ആവശ്യത്തിന്, ബീഫ് മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ച് നന്നായി പൊടിച്ചെടുത്തത്. പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് സവാള നന്നായി വഴറ്റിയെടുക്കാം. സവാളയിലേക്ക് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കാം. ഇനി ഇതിലേക്ക് 1/2 സ്പൂണ് മഞ്ഞളും 1 സ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ സവാളയിലേക്ക് ബീഫും ഇട്ട് നന്നായി മിക്സ് ചെയ്യാം. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി ചട്ടിപ്പത്തിരി എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഇതിനായിട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച ദോശ, 2 കോഴിമുട്ട, ബീഫ് ഫില്ലിങ്, കസ്കസും ചേർത്ത് ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്തെടുക്കാം. ഇതിനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രം എടുത്ത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് എല്ലാ ഭാഗത്തേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കാം.
അതിനായി ഓരോ ലെയർ ദോശ എടുത്ത് കോഴിമുട്ടയിൽ മുക്കി പാനിൽ വെച്ച് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ബീഫ് ഫില്ലിംഗ് ഇട്ട് കൊടുത്ത് ഓരോ ലെയർ തയ്യാറാക്കി എടുക്കാം. ഓരോ ലെയറിൽ വേണമെങ്കിൽ കോഴിമുട്ടയും ഓയിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതേപോലെ നമുക്ക് ലെയറാക്കി എടുക്കാം. അവസാനമായിട്ട് ഇതിൻ്റെ മുകളിൽ കോഴിമുട്ട ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കസ്കസ് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. 15 മിനിറ്റ്സിന് ശേഷം മറിച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെ സ്പൈസി ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഇൻഷാ അല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ്.